അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സതീൻ്റെ പാർട്ട് ഓഫ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശിവേൻ്റെ പാർട്ട് ഓഫ് സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടില്ല, നമുക്ക് കാണാം. ശിവ ആൻഡ് ശക്തി എന്ന് പറയുന്നത് പുറത്തെവിടെയുള്ള ഒരു കാര്യമല്ല, നമ്മളുടെ തന്നെ ഉള്ളിലുള്ള നമ്മളുടെ ഇന്നർ മാസ്കുലിൻ ആൻഡ് ഫെമിനൻ എനർജീസ് ആണത്. അപ്പോൾ അതിലെന്തെങ്കിലും ഇംബാലൻസ് നടക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും. കാരണം നമ്മളുടെ കോൺഷ്യസ്നെസ്സും നമ്മളുടെ സ്പിരിച്വൽ ബോഡിയും നമ്മളുടെ എനർജിയും വന്നിട്ട് ബാലൻസിലല്ല എന്നാണ് അർത്ഥം. ഞാൻ പറഞ്ഞു സതിയുടെ അവേക്കണിങ് ആണ് പാർവതി എന്ന്. സതിക്ക് സതീൻ്റേതായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശിവ ആൻഡ് ശക്തി എനർജിയിൽ വന്നിട്ട് ഇംബാലൻസ് നടന്നു. പക്ഷേ അത് കാരണം കൊണ്ടുണ്ടായ പെയിൻ ഒരാൾ മാത്രമല്ല അനുഭവിക്കുന്നത്, രണ്ടുപേരും അനുഭവിക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ഉള്ളിലുള്ള ഫെമിനൻ ആൻഡ് മാസ്കുലിൻ എനർജീസ് ബാലൻസ്ഡ് അല്ലെങ്കിൽ അതിൻ്റെ പെയിൻ നമ്മളുടെ സ്പിരിച്വൽ ബോഡിയും അനുഭവിക്കും, നമ്മളുടെ ഫിസിക്കൽ ബോഡിയും അനുഭവിക്കും. ശിവ ആൻഡ് പാർവതി ഗോ ത്രൂ ചെയ്ത പെയിൻ എന്ന് പറയുന്നത് അവരുടെ ബാലൻസിങ്ങിന് വേണ്ടിയാണ്. ശക്തി ഇല്ലാതായപ്പോൾ വിത്ത് ഓൾ ഹെർ മെമ്മറീസ് ആൻഡ് കോൺഷ്യസ്നെസ് ശിവ ഫുള്ളായിട്ട് അന്ധകാരത്തിലേക്ക് അല്ലെങ്കിൽ ഡാർക്ക്നെസ്സിലേക്കാണ് വീണത്. ഇവ രണ്ടുപേരും ഒന്നാണ്. അപ്പോൾ ഇവരെ രണ്ടായിട്ട് പിളർക്കുന്ന അല്ലെങ്കിൽ രണ്ടായിട്ട് മുറിച്ചു മാറ്റുന്ന അത്ര വേദനയിലൂടെ രണ്ടുപേരും കടന്നുപോയി. ആളുടെ ശക്തി ആളുടെ ബോഡി വിട്ടു പോവുകയാണ്. ആൻഡ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആൾ അന്ധകാരത്തിൽ തന്നെയായിരുന്നു. അന്ധകാരത്തിൽ എന്ന് പറയുമ്പോൾ അലൈവ് ആയിരുന്നു, എറ്റ് ലൈഫ്ലെസ് എന്ന് വേണം പറയാൻ. മീനിങ്ലെസ് ആയിരുന്നു ലൈഫ്. ഇതിപ്പോൾ നമ്മളുടെ ലൈഫിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളിൽ പലരും ജസ്റ്റ് ജീവിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ ഉള്ളിലുള്ള ഊർജം, ശക്തി, എനർജി ഓൾറെഡി പോയി കാണും. ശിവ എന്ന് പറയുന്നത് ശക്തിക്ക് ജീവിക്കാനുള്ളൊരു സ്പേസ് ആണ്. ഓക്കെ, ശക്തിയാണ് ആ ഒരു സ്പേസിലേക്ക് ജീവൻ കൊണ്ടുവരുന്നത്. ശക്തിയാണ് ആ ഒരു സ്പേസിനെ മീനിങ് ഫുൾ ആക്കുന്നത്. ഇനി പാർവതി വന്നിട്ട് പോലും ശിവൻ വന്നിട്ട് പാർവതീനെ അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം പാർവതീൻ്റെ ഉള്ളിൽ ഫിയർ ഓഫ് റിജക്ഷൻ ഉണ്ടായിരുന്നു. കാരണം ശിവ ഒരുപാട് പ്രാവശ്യം പാർവതിയെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ പാർവതി എന്താണ് ചെയ്തത്? പാർവതി ഇന്നർ വർക്ക് ചെയ്തിട്ട്, അത് മെഡിറ്റേഷൻ ആവാം, അത് തപസ് എന്ന രീതിയിലാണ് നമുക്ക് നമ്മളുടെ പുരാണം കാണിക്കുന്നത്. അതൊക്കെ റെക്ടിഫൈ ചെയ്ത ശേഷമാണ് അവരുടെ യൂണിയൻ നടക്കുന്നത്. ശിവ ആൻഡ് ശക്തി എന്ന് പറയുന്നത് വൺ സിസ്റ്റമാണ്. അതിൻ്റെ ഉള്ളിൽ ഇംബാലൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് 3D വേൾഡിൻ്റേതായിട്ടുള്ള കാര്യങ്ങളാൽ, ഈഗോ, പ്രൈഡ്, അറ്റാച്ച്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളാൽ ഇംബാലൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ്നെസ്സും നമ്മുടെ എനർജിയും സഫർ ചെയ്യും. പക്ഷേ നമ്മളുടെ കോൺഷ്യസ്നെസ്സിന് അറിയാം, കോൺഷ്യസ്നെസ് ക്യാൻ ബ്രിങ് ദാറ്റ് എനർജി ബാക്ക്. അതുമാത്രമല്ല, ഭഗവാനായിട്ട് പോലും, ഇത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നമ്മളുടെ ഉള്ളിലൊക്കെ ശിവ എനർജി ഉണ്ട്. ഭഗവാനായിട്ട് പോലും അദ്ദേഹം ഡിപ്രഷനിലേക്ക് പോയി, അദ്ദേഹം ഒരുപാട് കാലം അലഞ്ഞു തിരിഞ്ഞ് നടന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ശിവ മെഡിറ്റേറ്റ് ചെയ്യുന്നതാണ്. യുഗങ്ങളോളം അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്തു. ഇവിടെ പാർവതി ഓർ ശക്തി വന്നിട്ട് അവേക്കണിങ് ഫേസിലൂടെ പോകുമ്പോൾ ശിവ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കോൺഷ്യസ്നെസ്സിലൂടെ ആ ഒരു എനർജീനെ തിരിച്ചു പിടിക്കുക തന്നെയായിരുന്നു. അവരുടെ ഉള്ളിൽ ഇംബാലൻസ് സംഭവിച്ചപ്പോൾ, അതായത് ശക്തി ഇല്ലാതായപ്പോൾ അതിന് കാരണമായിട്ടുള്ള ആ ഒരു റൂട്ട് കോസിനെ വന്നിട്ട്, അതിന് കാരണക്കാരനായ ആളിനെ വന്നിട്ട് ശിവൻ ഇല്ലാതാക്കി. ഇതെങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഉള്ളിൽ ഒരു ഇംബാലൻസ് നടക്കുമ്പോൾ നമ്മളുടെ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ അവയർനെസ് വഴി അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്യണം. അതാണ് അവിടെ ശിവ ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ആ ഒരു ബോഡിയിൽ ശക്തി എനർജി വീണ്ടും ആക്ടിവേറ്റ് ആവുകയുള്ളൂ. സോ പെയിൻ എന്ന് പറയുന്നത് രണ്ടുപേരും ഈക്വലായിട്ട് അനുഭവിച്ചു. ശിവ എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ആണ്, പാർവതി എന്ന് പറയുന്നത് എനർജിയാണ്. നമ്മളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ രണ്ട് എനർജീസ് തമ്മിലുള്ള ഇംബാലൻസ് ആണ്. താങ്ക് യു സോ മച്ച്.